ഇന്നലെ ആര്യൻ ഔട്ടായതിനു ശേഷം അഞ്ജന നമ്പ്യാർക്ക് ഒരു ഇന്റർവ്യൂ കൊടുത്തിരുന്നു. അപ്പൊ അതിൽ സ്വാഭാവികമായിട്ടും പുതപ്പിന്റെ ഒരു കാര്യം വരും, അതുപോലെ അനുമോളെ കുറിച്ചൊക്കെ ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ ഈ അനുമോളെ കുറിച്ച് പറഞ്ഞ ഒരു കാര്യം എന്ന് പറഞ്ഞത്, അനുമോൾക്ക് ആര്യനോട് ഒരു ക്രഷ് ഉണ്ടായിരുന്നു. നാണം ഉണ്ടോന്നാണ് ഞാൻ ചോദിക്കുന്നത് ഈ ആര്യൻ ഇങ്ങനെയൊക്കെ പറഞ്ഞുണ്ടാക്കാനായിട്ട്. എന്തായാലും അതിൽ നിന്ന് ആൾക്കാരെടുത്ത് പുറത്തിട്ടു. അപ്പൊ പിന്നെ മാന്യമായിട്ട് അത് പ്രേക്ഷകരുടെ വിധിയാണെന്ന് ഉള്ള രീതിയിൽ പുറത്ത് ഇറങ്ങി വരാം. എന്നിട്ട് അതിനുള്ളിൽ നിൽക്കുന്ന ഇപ്പോഴും വോട്ടുള്ള ഒരു കണ്ടസ്റ്റന്റിനെ കുറിച്ചിട്ട് അപവാദങ്ങൾ പറഞ്ഞുണ്ടാക്കുകയാണ് ചെയ്യുന്നത്, അല്ലെ? അപ്പൊ എല്ലാവരും പറയും ആര്യനെ കുറിച്ചിട്ട് അനുമോൾ അതിനകത്ത് അപവാദങ്ങൾ അല്ലെ പറഞ്ഞുണ്ടാക്കി എന്നുള്ളത്. ആര്യനെ കുറിച്ച് അപവാദങ്ങൾ പറഞ്ഞുണ്ടാക്കാന്ന് പറഞ്ഞാൽ ആര്യന് ജിസേലും കൂടെ പുതപ്പ് പോച്ച് അതിനുള്ളിൽ കിടന്നിട്ടുണ്ടെന്നുള്ള ഉറപ്പാണ്. അതിന്റെ ഉള്ളിൽ എന്ത് സംഭവിച്ചു ഇല്ലെന്ന് ആർക്കറിയില്ല. ഇതിലിപ്പോ ഇത്രയധികം പ്രേക്ഷകര് ഇരുന്ന് കാണുന്ന ഒരു പരിപാടിയില് ആര്യം പറയാണ് ആര്യനോട് അനുമോൾക്ക് ക്രഷ് ഉണ്ടായിരുന്നു എന്നത്. അതിന് ആരാ പറഞ്ഞിട്ടുള്ളത്? അതിനകത്തുള്ള ഒരു കണ്ടസ്റ്റന്റ് ആയിട്ടുള്ള ശൈത്യാണ് പറഞ്ഞത്. ശൈത്യയുടെ ഒരു ഗെയിം ആയിക്കൂടെ അത്? ഇന്നേ വരെ അതിനകത്ത് ആര്യനോട് അത്തരത്തിലുള്ള ഒരു അപ്രോച്ചും ഉണ്ടായെന്ന് പ്രേക്ഷകർക്ക് തോന്നിയിട്ടില്ല. ഫ്രണ്ട്ഷിപ്പ്, എല്ലാവർക്കും ഫ്രണ്ട്ഷിപ്പ് അതിനകത്തുണ്ട്, എല്ലാവരും അത്രയും ഫ്രണ്ട്ഷിപ്പോട് കൂടി പോകുന്നു. അല്ലാണ്ട് ആര്യനോട് പ്രത്യേകമായിട്ട് അനുമോൾക്ക് ഒരു ക്രഷ് ഉള്ളത് പോലെ പ്രേക്ഷകർക്ക് തോന്നിയിട്ടില്ല. അപ്പൊ ആര്യൻ ഇതിന് എവിക്റ്റ് ആയതിനു ശേഷം അനുമോളെ കുറിച്ചിട്ട് ഇത്തരത്തിലുള്ള ഒരു അപവാദം പറഞ്ഞത് വളരെ മോശമാണ്. എന്തായാലും അനുമോള് അതിന് പുറത്ത് വന്നതിന് ശേഷം ഇതിനെ കുറിച്ച് എന്തായാലും ഒരു വിശദീകരണം നൽകുന്നുള്ള കാര്യം ഉറപ്പാണ്. ആര്യൻ എന്ന് പറയുന്നത് എപ്പോഴും പറയുന്നത് അവൻ എനിക്ക് ഒരു ചെറിയ അനിയനെ പോലെയാണ്, വളരെ താഴെയാണ്, 23 വയസ്സൊരു വ്യക്തിയാണ്. അനുമോളിന് 30 മേലെ വയസ്സുള്ള ഒരു വ്യക്തിയാണ്. പിന്നെ ജിസേന് അതിനേക്കാളും വയസ്സുള്ള ഒരു വ്യക്തിയാണ്. പക്ഷെ ആര്യന്റെ എപ്പോഴും എന്ന് പറഞ്ഞ ഫ്രണ്ട്ഷിപ്പ് ഒക്കെ നോക്കിയാൽ അറിയാം, അവനേക്കാളും പ്രായമുള്ള സ്ത്രീകളായിട്ടാണ് ആര്യന്റെ എപ്പോഴുള്ള ഫ്രണ്ട്ഷിപ്പ്. അപ്പൊ നമുക്കിങ്ങനെ അനുമോളെ കുറിച്ചിട്ട് ഇത്തരത്തിലുള്ള ഒരു അപവാദം പറഞ്ഞുണ്ടാക്കാന്ന് വെച്ചാൽ അത് വളരെ മോശമാണ്. മാന്യമായിട്ട് എവിക്റ്റ് ആയെങ്കിൽ മാന്യമായിട്ട് അതിൽ നിന്ന് ഇറങ്ങി പോവുക എന്നല്ലാതെ ഒരാളെ കുറിച്ചിട്ട് എന്നോട് ക്രഷ് ഉണ്ടായിരുന്നു സ്വയം ഇരുന്ന് പറയാന്ന് വെച്ചാൽ അത് വളരെ മോശമാണ്. അതൊരു പേഴ്സന്റെ ഒരു ക്യാരക്ടർ അസാസിനേഷൻ ആണെന്നാണ് എനിക്ക് പേഴ്സണലി തോന്നിയത്.